മെസ്സി വരുന്നതും മെസ്സി വരാത്തതൊന്നുമല്ല പ്രശ്നം. ഈ പറയുന്നത് പോലെ തന്നെ ആരാണെന്നുണ്ടെങ്കിലും ഈ പൈസ എടുത്ത് പാവങ്ങളെ സഹായിച്ചൂടെ, ഈ പൈസ എടുത്തിട്ട് ഫുട്ബോളിംഗ് സ്റ്റേഡിയം പണിതൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള ഒരു വ്യക്തമായ മറുപടി അല്ലെങ്കിൽ അവരോടുള്ളൊരു ചോദ്യമാണ് എന്തേ. അപ്പൊ ഇതിനു മുന്നേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ചോദിക്കാൻ തോന്നിയില്ലേ? ഇപ്പൊ മെസ്സിയെ കൊണ്ടുവരും, അതും ഗവൺമെന്റ് അല്ല, സ്പോൺസർഷിപ്പിൽ വരുന്നൊരു പരിപാടിയാണ്. ഇത് വന്ന സമയത്ത് മാത്രമാണോ ഈ തോന്നലുകളും ബാക്കി കാര്യങ്ങളും ഇത്രയും വികാരങ്ങളെല്ലാം പൊട്ടിപ്പൊളിച്ച് പുറത്തേക്ക് വന്നത്? കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പൊ ഒരു വെറുതെ വന്നിട്ട് മെസ്സിയെ കൊണ്ടുവരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് വലിയ കാച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു, അതായത് റൊണാൾഡോ വരാതിരുന്നത് ഗോവയുടെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിയുടെ കോൺട്രാക്റ്റിൽ പിന്നെ പുള്ളി ആദ്യമേ അറിഞ്ഞായിരുന്നല്ല ഈ ACL 2 കളിക്കാൻ പോകുന്നത് FC ഗോവയ്ക്കെതിരാണെന്നൊക്കെ അല്ലേ. ഇതൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. ഇപ്പം മറ്റേ റൊണാൾഡോ ഫാൻസ് ഇതിനകത്ത് എന്തോ കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അണ്ണൻ വരുന്നില്ല, അപ്പൊ പിന്നെ നിങ്ങളുടെ അണ്ണനും വരണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒക്കെ സാധനമൊക്കെ ഉണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കട്ടെ, എന്നാലേ ഞാൻ ഇതിനകത്ത് പറഞ്ഞുള്ള സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇറച്ചി പോഡ്കാസ്റ്റിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആഷിഖ് കുർണിയൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി ഇവരെ ആരുടെയും പേര് മെൻഷൻ ചെയ്യാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു അത് യൂട്യൂബിലും കൂടെ അതിനെക്കുറിച്ച് പറയണം. കാരണം ഈ 1 മിനിറ്റ് 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ള ഒരു സാധനം പറയുമ്പോഴേക്കും പലതും കൺഫ്യൂഷനാണ്. സോ ഞാൻ വിചാരിച്ചു പറഞ്ഞു പോകാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഷിഖ് കുർണിയൻ എന്ന് പറയുന്ന ഒരു പ്ലെയറിനോട് നമുക്ക് എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളൂ. എനിക്ക് റെസ്പെക്റ്റ് തന്നെ ഉള്ളൂ. കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു നാഷണൽ പ്ലെയർ ആവുക, ലൈക്ക് ഇന്ത്യൻ ഇന്റർനാഷണൽ എന്നുള്ള ലെവലിലേക്ക് എത്തുക, പല ക്ലബ്ബുകളിലേക്കും, അതും ഇന്ത്യയിലെ കപ്പടിച്ചിട്ടുള്ള പല ക്ലബ്ബുകളുടെയും ഭാഗമാവുക, ആ കപ്പടിച്ചിട്ടുള്ള സീസണിൽ അതിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല. സോ അപ്പോൾ അതിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് പറയുമ്പോൾ, എസ്പെഷ്യലി ഇത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഇവർ സംസാരിക്കും. അതിപ്പോൾ ഞാൻ അതിൽ എൻ്റെ റീലിലും പറഞ്ഞുള്ളൊരു കാര്യമാണ്, ഇത് എന്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും, ഇത് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. എന്താണ് ഈ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ഗവൺമെൻറ് മാത്രം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെടും. അതായത് ഇവരെല്ലാം പറയുന്നുണ്ട് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ്സ് ആണ് വരേണ്ടത്, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്തിനാ മെസ്സിനെ കൊണ്ടുവരണം, ഇതാണല്ലോ ഏറ്റവും വലിയ ചോദ്യം. അപ്പം ഇതിനകത്ത് പറഞ്ഞു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസ്സിയെ കൊണ്ടുവരണമെന്ന് വാദിക്കുന്നവരും ഈ വിസിബിലിറ്റി കിട്ടുമെന്ന് വാദിക്കുന്നവരാരും ഈ ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ മുതലുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ഫുട്ബോളിങ്ങിന് മാത്രമല്ല ഏത് സ്പോർട്സിലായാലും ഈ പറയുന്നത് പോലുള്ള ഡെവലപ്മെൻറ്റ്സ് വരാൻ പാടില്ല എന്ന് പറയുന്നവരാണോ? അങ്ങനെ ഒരു വാദം എന്താണ്? അങ്ങനെ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. ഇതിൽ ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ഇതൊരു സ്പോൺസർഷിപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടി സക്സസ് ആയാൽ എന്താണ് ഗുണം? ഈ സാധനമാണല്ലോ ചോദിക്കുന്നത്. മെസ്സി വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന് പല രീതിയിൽ ഷൈജു ദാമോദരൻ സാറ് പറഞ്ഞത് ഒരു വിസിബിലിറ്റി കിട്ടും. കാര്യം ഇവിടെ ഈ പറയുന്നത് പോലെ ഈ കേരളത്തെ പറ്റി, ഇവിടുത്തെ ഫുട്ബോളിംഗ് കൾച്ചറിനെ പറ്റി പല രാജ്യങ്ങളും പല ഫുട്ബോളിംഗ് കൺട്രീസും സംസാരിക്കില്ലേ എന്നുള്ള സാധനം പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരവിടെ സംസാരിക്കുക, അവിടുത്തെ ഒരു ന്യൂസ് പേപ്പറിൽ വരിക എന്നുള്ളത് മാത്രമല്ല. ഇപ്പോൾ ഇന്ത്യൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആഷിഖ് കുർണിയൻ തന്നെ കളിച്ചിട്ടുള്ള പല ക്ലബ്ബുകളിലും പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതും പുറത്തുനിന്നുള്ള വൻ ക്ലബ്ബുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പലരും ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയിട്ടുമുണ്ട്. അപ്പോൾ ഈ 2011 നടന്നിട്ടുള്ള മെസ്സിയെ കൊണ്ടുവന്നിട്ടുള്ള കൊൽക്കത്തയിലെ സംഭവം കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനാൻഷ്യലി CMG എന്ന് പറയുന്ന ഗ്രൂപ്പിന്, സെലിബ്രിറ്റി മാനേജ്മെന്റ് ഗ്രൂപ്പ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കൃത്യം ഓർമ്മയില്ല, പക്ഷെ എന്നാലും അതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെയും റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർക്ക് 30 കോടി 2011, അതായത് 2014 വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കുന്നതിനൊക്കെ മുമ്പുള്ള അർജന്റീന ടീമിനെ, അതായത് ബാഴ്സലോണയിലുള്ള മെസ്സിയെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് അത്രയും ചിലവുണ്ടായിട്ടുണ്ട്. എത്ര? 30 കോടി 2011. ആ ടീമിനെ അവർ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിച്ച് അവർക്ക് ഫിനാൻഷ്യലി ലോസ് ആണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യയെ പറ്റി സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതൊരു ഇനീഷ്യൽ പരിപാടിയായിരുന്നു കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ ഗവൺമെൻറ്റും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു വലിയ ഗ്രോത്താണ് 2014 മുതൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു 11 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവം. എന്താണത്? ഇന്ത്യൻ സൂപ്പർ ലീഗ്. ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഉണ്ടായിരുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു വലിയ വൈറ്റൽ റോള് വഹിച്ചിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് ഈ പറയുന്ന പോലെ മെസ്സി കൊൽക്കത്തയിൽ വന്ന് കളിച്ചിട്ടുള്ളത്.
അത് നമുക്ക് ഇതോ ഇങ്ങനെ കൃത്യം മെസ്സി വന്ന് കളിച്ചു ആ കളി കണ്ടിട്ടാണിത്, അങ്ങനെയല്ല. ഈ വിസിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയുള്ള മെഗാ ഇവൻറ്റ്സ് നടന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കുറച്ച് പ്ലേയേഴ്സ് 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതുകൊണ്ടും നമ്മുടെ ഇവിടുത്തെ സെവൻസ് കാണാൻ, ഞാനതൊരു കുറ്റമായിട്ട് പറയല്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാത്തതിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സെവൻസ് കാണാൻ ഇവിടെ ആൾക്കാരുണ്ട്, ശരി തന്നെയാ, പക്ഷെ അവർ മാത്രം പോരാ. ഈ പറയുന്ന പോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സ് മാത്രമല്ല, അതിൽ കോച്ചിങ് സ്റ്റാഫ് ഉണ്ട്, ഫിസിയോസ് ഉണ്ട്, മെഡിക്കൽ സൈഡിലുള്ള ടീമുകളുണ്ട്, ട്രാൻസ്പോർട്ട് നോക്കേണ്ട ടീമുകൾ, ട്രാവൽ ആൻഡ് അക്കോമഡേഷൻ നോക്കേണ്ട ടീമുകളുണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ പറയുന്ന പോലെ ഒരു വലിയ സംഭവമാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഈ പറയുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്ന് പൈസ ഇടണം. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് വന്ന് പൈസ ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന ഒരു പരിപാടിയല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിനെ കണ്ടുകൊണ്ട് മാത്രം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വന്ന് പൈസ ഇടണമെന്ന് ഒരു നിർബന്ധവും. അതിന് പുറത്തുനിന്നുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. ഇത്രയും ഞാൻ ചോദിക്കട്ടെ, സൗദിക്ക് പുറത്തുനിന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവരണം. സൗദി അറേബ്യയുടെ പൈസയ്ക്ക് ഒരു പഞ്ഞുമില്ലാത്തൊരു രാജ്യമാണ്. അവർക്ക് എന്താ കുഴപ്പം? ഈ റൊണാൾഡോയെയും സാദിയോ മാനെയും മറ്റ് നെയ്മറിനെയും ബാക്കിയുള്ളവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയാൽ പോരായിരുന്നോ? അവരുടെ ലീഗിലേക്ക് ഈ പറയുന്ന പോലെ സൗദിയിലെ മാത്രം പ്ലേയേഴ്സിനെ കളിപ്പിച്ചാൽ മതിയായിരുന്നോ? എന്തിനാ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ അംബാസിഡറായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇപ്പോഴും അവരുടെ ഫേസ്, അവരുടെ ആ പ്രൊജക്റ്റിൻ്റെ ഫേസ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതാണ്. ആ ഗ്ലോബൽ അറ്റൻഷൻ വരണം എന്നുണ്ടെങ്കിൽ അവർ മാത്രം പോരാ, അല്ലെങ്കിൽ ആ രാജ്യം മാത്രം പോരാ, ആ രാജ്യത്തെ ഗവൺമെൻറ് മാത്രം പോരാ. അതിലേക്ക് ഈ പറയുന്നത് പോലെയുള്ള പുറത്തു നിന്നുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ ഒരു ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു കുറച്ച് സസ്റ്റൈനബിൾ എന്ന് പറയില്ലേ, ആ സാധനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും ഉള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ട് ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഈ പറയുന്നുണ്ടല്ലോ, ഇതിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റി? നിങ്ങൾ പറ, എന്താണ് ഈ ഗവൺമെൻറ് ചെയ്യാതിരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഗവൺമെൻറ് ന്യായീകരിച്ചിട്ട് ഇന്നതൊക്കെ ചെയ്തു എന്നുള്ളതല്ല. ലാബ്സ് ഉണ്ടായിട്ടുണ്ടാവാം, ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, ഈ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഗവൺമെൻറ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിപ്പം ഇതിന് എല്ലാത്തിനും 2 സൈഡ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ISL സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞു. ISL ആണ് അതിന് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അറിവിലല്ല. അങ്ങനെയായിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്റ്റേഡിയത്തിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സംഭവങ്ങളുടെ ലാപ്സ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫൈൻ അടച്ചിട്ടാണ് അവർ ISL ഈ സ്റ്റേഡിയവും വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ISL തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ അവർക്കങ്ങ് ശരിയാക്കിയാൽ പോരായിരുന്നോ? പിന്നെ ഇതിന് ഈ ISL തന്നെയും ഈ പറയുന്ന പോലെ AFF ഒക്കെ തന്നെ ഫൈൻ അടച്ചുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര റിജിഡായിട്ട് നമ്മുടെ വൺ സൈഡഡ് ഒപ്പീനിയൻ മാത്രം പറയാതെ കുറച്ചും കൂടി ഓപ്പൺ ആവണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പലരും പറയുന്നത് ഈ പൈസ വെച്ച് ബാക്കിയുള്ളവരെ സഹായിച്ചൂടെ. ഇതിൽ വന്നിരിക്കുന്ന ഒരു സ്പോൺസറാണ്. ഈ സ്പോൺസറിന് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവന്റുകൾ ഇവിടെ നടക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, സ്പോൺസറിൻ്റെ ആവശ്യമല്ല. എന്നാൽ മാത്രമേ വേറെ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുള്ളൂ. അപ്പം അതിന് വരുന്നതിനെയും കൂടെ തടസ്സപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ഫേസിലൊരു ചെറിയ രീതിയായിട്ട് ഇപ്പോൾ ഓക്കെ ശരിയാണ്, ഒരു പ്രൊഫഷനായിട്ട് എടുക്കാം, കുറച്ച് പൈസ കിട്ടുന്ന പരിപാടി തന്നെയാണ്, അത്രയും ഇതല്ലാന്നുണ്ടെങ്കിലും ഓക്കെ അങ്ങനെ ആക്കാമെന്നുള്ളത് പോലെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സിനെ മാത്രമല്ല, അതിൻ്റെ പുറകിലൊരു വലിയ ടീമുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഫിസിയോസ്, അസിസ്റ്റൻറ്റ് കോച്ചുമാർ, അവരുടെ സപ്പോർട്ടീവ് ടീംസ്, ക്യാമറ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ കളി കാണുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ ആയിട്ട് പോകുന്നില്ല. ഇവർക്കൊക്കെ പൈസ കൊടുത്താലേ ഇവരൊക്കെ നിൽക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കളികളും നിങ്ങൾ സ്റ്റേഡിയത്തിൽ മാത്രം പോയി കളി കാണുന്നവരാ. ഇത് ടെലികാസ്റ്റ് ചെയ്യാനൊരു ടീം വേണം. ഇതിനെല്ലാത്തിനും മണി ഇൻവോൾവിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് പലപ്പോഴും മറന്നു പോകുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ചിലപ്പം ഞാൻ ഈ പറഞ്ഞതൊന്നും ആ പ്ലെയർ പറഞ്ഞ ഒപ്പീനിയൻസ് എല്ലാം റോങ് ആണ് അങ്ങനെയൊന്നുമല്ല, അല്ലെങ്കിൽ ആ ഇറച്ചി പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അവർ പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അവൾ സ്വാഭാവികമായിട്ടും പറയും. പക്ഷെ അതിന് മറ്റൊരു സൈഡും കൂടെ ഉണ്ട്. പിന്നെ എപ്പോഴും പറയാറുള്ളൊരു സാധനമാണ്, ഇറ്റ്സ് വെരി ഈസി ടു ബ്ലെയിം. നമുക്ക് എല്ലാവർക്കും കുറ്റം പറയാൻ ഏറ്റവും എളുപ്പമാണ്. എന്നാൽ ഇതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം, എങ്ങനെ ഇതിനെ സക്സസ് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ചെയ്തോട്ടെ, അത് നമുക്കറിയില്ല, അത് നമ്മൾ നോക്കേണ്ട കേസല്ല, അതൊക്കെ ഗവൺമെൻറ് നോക്കേണ്ട കേസാണ്. അല്ല, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ പറയണ്ടേ. നമുക്ക് വിമർശിക്കാൻ മാത്രമല്ല, അതിനെ
തിരുത്താനും മറ്റ് സംഭവങ്ങൾക്കും കൂടുതൽ സംഭവം ഉണ്ടാകുമ്പോൾ വിമർശിക്കുമ്പോൾ ഈ പറയുന്ന പോലെ അതിന് നമ്മൾ ഓക്കെ ദർ ഇസ് എ ഗുഡ് സെൻസ് എന്നുള്ളൊരു സാധനം വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? അതിപ്പോൾ മെസ്സി വന്നാലും ശരി മെസ്സി വന്നില്ലെങ്കിലും ശരി ഇവിടെ വലിയ ഇവൻറ്റ്സ് നടക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് കറും.